പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ സെമിറ്റിക് മതങ്ങളും അതിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിലെ ആവിർഭാവം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജൂത മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബ്രാഹിമി മില്ലത്ത് എന്നുള്ളത് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ അവകാശവാദമാണ്. ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുന്ന ആളുകളാണ് എന്ന് ശക്തിയുക്തം വാദിക്കുന്ന ഒരു വിശ്വാസി സമൂഹമായിട്ടാണ് ജൂത മതവിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരും അബ്രഹാം പിതാവിന്റെ മാർഗത്തെ ശക്തമായ രൂപത്തിൽ പിന്തുടരുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലയ്ക്കാണ് ക്രൈസ്തവ സമൂഹവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നത്. അങ്ങനെ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മതവിഭാഗത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ അപ്പൊ നമ്മൾ ചോദിക്കും ഹൈന്ദവ ദർശനങ്ങളോ? അതും ഇബ്രാഹിമി മില്ലത്തിൽ നിന്നു തന്നെ വഴിതിരിഞ്ഞു പോയ ഒരു ജനവിഭാഗമാണ്. അബ്രഹാമുകൾ എന്ന പേരിലാണ് അവരിലുള്ള പണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരെ അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാം ഇബ്രാഹിമി മില്ലത്തിൽ നിന്നും വഴിതിരിഞ്ഞു പോയ വിഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും ശക്തമായ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ഓരോ ആളുകളും തങ്ങൾ ഹനീഫുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ വലിയ ആവേശം കൊള്ളുന്ന ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെയും എന്ന പേരിൽ അറിയപ്പെടുന്ന വിഗ്രഹങ്ങൾ അന്ന് കഅബയിലുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ചെന്നു ചേരുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയൊരു സാഗരമാണെങ്കിൽ അതിലേക്ക് ചെന്നു ചേരുന്ന നദികളായിട്ടോ പോഷക നദികളായിട്ടോ തോടുകളായിട്ടോ ഒക്കെയാണ് മറ്റുള്ള മതവിഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.